കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെയും 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അവിടെ അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യേശു നമ്മെ രക്ഷിക്കാൻ ഈ ലോകത്ത് വന്ന് ജീവിച്ചു, കഷ്ടം അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷെ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ കാര്യം കണ്ട ശിഷ്യന്മാരും സ്ത്രീകളും പോയി പറഞ്ഞപ്പോൾ ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവർ വിശ്വസിച്ചില്ല എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു കഥ പോലെയാണ് അന്ന് മനസ്സിലാക്കിയത്. പക്ഷെ ഇന്നും അങ്ങനെയാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പലരും കഥ പോലെ അന്ന് ആചരിച്ചും ഒരു മനുഷ്യൻ്റെ ദുഃഖാചരണം കൊണ്ടാടുന്നത് പോലെ കൊണ്ടാടി ഓരോ വർഷവും കൊണ്ടാടി തീർത്തിട്ട് താങ്കൾ ജീവിക്കുന്ന വഴിയിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ 13-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ അന്ന് തന്നെ 2 പേർ അവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ അവർ ഇറങ്ങിത്തിരിച്ചു. പോകുമ്പോൾ അന്ന് യെരുശലേമിൽ നടന്ന കാര്യങ്ങളും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ കാര്യങ്ങളും ഇവർ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടുപോയി. അപ്പോൾ തർക്കിച്ച് കൊണ്ടുപോയപ്പോൾ അവരെ കൂടെ ഉയർത്തെഴുന്നേറ്റ യേശുവും കൂടെ നടന്നത് 3-ാമത് ഒരു മനുഷ്യൻ വന്നതുപോലെ കൂടെ നടന്നപ്പോൾ യേശു എന്ന് അവർക്ക് അറിയാതെ വണ്ണം അവരുടെ കണ്ണ് മറച്ചു വച്ചിരുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളിലും പലരും അതുപോലെയാണ്. യേശുവിനെ അറിയാം, യേശുവിൻ്റെ അത്ഭുതങ്ങളെ അറിയാം, എല്ലാം അറിയാമെങ്കിലും നമുക്കൊരു കഷ്ടവും പ്രയാസവും വരുമ്പോൾ നാം അതെല്ലാം മറന്ന് കൂടെ വരാം, ലോകാവസാനത്തോളം ഞാൻ കൂടെ ഇരിക്കാം എന്ന് വാക്ക് പറഞ്ഞ യേശുവിനെ മറന്നുകൊണ്ട് ദുഃഖിച്ചും കരഞ്ഞും വിലാപിച്ചും നാം നമ്മുടേതായ ഒരു വഴിയിൽ കൂടെ പോകുന്നതാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് കർത്താവ് അവിടെ പറയുന്നത് അവിടെ കണ്ണ് മറയ്ക്കപ്പെട്ടിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഈ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് കാണുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിനെ നാം ഉള്ളതുപോലെ അറിവാനും യേശുവിനെ നാം തിരിച്ചറിവാനുമുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാനും യേശുവിനെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ശബ്ദം കേൾക്കാനുള്ള 2 ചെവികളും കർത്താവിനോട് നാം ചോദിച്ചു വാങ്ങിയാൽ കർത്താവിൻ്റെ ഇൻപസ്വരം കേൾക്കുവാനും സാധിക്കും. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനും സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, നിയമേ കഷ്ടങ്ങളും കണ്ണുനീരും നിറഞ്ഞ ഈ ലോകത്ത് കർത്താവെ, നിൻ്റെ മക്കൾ നീ കൂടെ നടക്കുന്നത് കർത്താവെ ഉണ്ടെന്ന് പലപ്പോഴും അവർ വചനത്തിൽ കൂടെ മനസ്സിലാക്കിയെങ്കിലും തങ്ങളുടെ കഷ്ടസമയത്ത് പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ, അത് കാണുവാൻ സാധിക്കാതെ അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടതായിട്ട്, അവിടെ ചെവി നിരോധിക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവെ നീ കൂടെ ഇരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും ഒന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.